നമസ്കാരം. ഞാൻ കണ്ട പടം ഇന്ന് കണ്ട പടം പ്രേമലുവാണ്. പേര് പറയുന്ന പോലെ പ്രേമമായിട്ട് ബന്ധമുണ്ട്. ഞാൻ ഒരു പ്രേമ മൂവിയിൽ പ്രതീക്ഷിച്ചാണ് പോയത്. അത്രയ്ക്കൊന്നും വരുന്നില്ല. എന്തായാലും നല്ലൊരു എൻ്റർടൈനറാണ്. പ്രത്യേകിച്ച് മെസ്സേജ് അങ്ങനെയൊന്നുമില്ലെങ്കിലും നല്ലൊരു എൻ്റർടൈനറാണ്. ഇപ്പോൾ മാർച്ച് മാസത്തിലാകുമ്പോഴേക്ക് എക്സാം ടൈം വരും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ റിലീസ് ചെയ്തിരുന്നത്. ഇന്നത്തെ യൂത്തിന് പറ്റിയ ഫിലിം തന്നെയാണ്. ഇതിൽ എടുത്തു പറയാൻ ഏറ്റവും നല്ല പെർഫോമൻസ് മമ്മൂട്ടിയുടെയാണ്. ഹെയർ കട്ട് എന്നുള്ള ഉപകരണമാണ്. ഇന്നത്തെ ക്യാമ്പസിലെ യുവാക്കളുടെ ഇടയിൽ ഒരു തരംഗം സാധ്യതയുണ്ട്. ഭാവിയിൽ മഞ്ജു വാര്യർ അങ്ങനെയുള്ള പറയാം. പിന്നെ പറയാനുള്ളത് നസ്ലീൻ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കോമ്പിനേഷൻ നസ്ലീൻ മാത്യൂസ് അവർ കണ്ടുകഴിഞ്ഞാൽ ഭാവിയിൽ മമ്മൂട്ടി മോളെന്ന് പറയാം. മാത്യൂസിൻ്റെ ചെറിയ റോളാണ്, പക്ഷെ നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു മാത്സ് ഒളിമ്പ്യാഡിൽ പോകുന്ന ഒരു ജീനിയസ് പയ്യനായിട്ടാണ്. അതിൽ ഹ്യൂമർ ഉണ്ട്. പിന്നെ നമുക്കൊരു പുതിയൊരു പെയർ കിട്ടിയിട്ടുണ്ട്, റൊമാൻറ്റിക് പെയർ. മമ്മൂട്ടിയും നസ്ലീനും നല്ല പെയറിംഗ് ആണ്. എന്തായാലും ഇപ്പോൾ അവരുടെ യങ്സ്റ്റേഴ്സിൻ്റെ ടൈമാണ്. ഭാവിയിലെ വാഗ്ദാനങ്ങളാണ്. ഇതിൻ്റെ ജോൺറ് ആണ് റോം കോമാണ്, റൊമാൻറ്റിക് കോമഡി. ഫസ്റ്റ് ഹാഫിൽ കോമഡി ശരിക്കും ചിരിക്കാനുണ്ട്, നമ്മൾ പൊട്ടിച്ചിരിക്കും. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് അവസാനത്തിലാകുമ്പോൾ റൊമാൻസ് വരുന്നുണ്ട്. സാധാരണ ഈ ടീമിൽ റൊമാൻസ് കുറവാണ്. ഇതിൽ റൊമാൻസ് വന്നിട്ടുണ്ട്. ഇന്നത്തെ ജനറേഷൻ്റെ റൊമാൻസ് കാണിക്കുന്ന ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന പടമാണ്. ഫാമിലിയായിട്ടും കാണാം. ഇങ്ങനത്തെ ടീനേജ് പിള്ളേരുള്ള പേരൻസിന് ഫാമിലിയായിട്ട് കാണാം. പ്രത്യേകിച്ച് അങ്ങനെ വൾഗാരിറ്റി വയലൻസ് അങ്ങനെയൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴേക്ക് കോമഡി കുറച്ച് വലുപ്പായി ഇടയ്ക്ക് വർക്കൗട്ട് ആവുന്നില്ല. എന്തായാലും നല്ലൊരു എൻ്റർടൈനറാണ്. ഇന്നിപ്പോൾ ടോവിനോയുടെ പടവും ഇറങ്ങിയിരിക്കുകയാണ്. ബോക്സ് ഓഫീസ് വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു എൻ്റർടൈനറാണ്. അയ്യറിന് അറേബ്യക്കാട്ടും നല്ല പടമാണ്. പിന്നെ യങ്സ്റ്റേഴ്സിൻ്റെ ഡയറക്ഷൻ നല്ലതാണ്. സ്ക്രിപ്റ്റ് നല്ലതാണ്. സ്ക്രിപ്റ്റ് കോമഡി നടക്കുന്ന. പിന്നെ സിനിമാറ്റോഗ്രാഫി നല്ലതാണ്. ഇപ്പം ലാഗില്ല, അതായത് എഡിറ്റിംഗ് നന്നായിട്ടാണ് പോയിട്ടുണ്ട്. പിന്നെ എടുത്തു വരാണ് ഹൈദരാബാദ് നന്നായി കാണിക്കുന്നുണ്ട്. നമ്മൾ ഹൈദരാബാദ് വെച്ച് സിനിമ എടുക്കുന്നത് വളരെ കുറവാണ്. ഈവൻ രാമോജിരാവ് സ്റ്റുഡിയോയിൽ എടുക്കുമെങ്കിലും ഹൈദരാബാദ് സിറ്റി കാണിക്കുന്ന ആദ്യമായിട്ടാണ്. സാധാരണ ബോംബെ, ബാംഗ്ലൂർ ഇതൊക്കെ കാണിക്കുന്നത്. ഹൈദരാബാദ് നന്നായി കാണാൻ പറ്റി. പിന്നെ അതിലൊരു നെഗറ്റീവ് റോൾ ചെയ്ത ആളുണ്ട്, മമ്മൂട്ടിയുടെ പുറകെ നടക്കുന്ന. അയാളുടെ ഗട്ട്സ് സംഭവിച്ചു കൊടുക്കണം, കാരണം വളരെ നെഗറ്റീവാണ്. പക്ഷെ അയാൾക്ക് ചിരി വരും. പക്ഷെ ആ റോൾ പുള്ളി ധൈര്യപൂർവ്വം ചെയ്തു. എനിവേ നല്ലൊരു തണ്ണീർമത്തനെ പോലെ നല്ലൊരു പടമാണ്. 3 പേരെ മെയിൻലി, മമിത, മാത്യൂസ്, നസ്ലീൻ. ഭാവിയിൽ മഞ്ജു വാര്യരായിട്ട് മമ്മൂട്ടിയും മമ്മൂട്ടി മോളായിട്ട് നസ്ലീനും മാത്യൂസ് വരാൻ സാധ്യതയുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ മുകളിലൂടെയാണ് ലാലേട്ടൻ വില്ലനായി വന്ന് സൂപ്പർ സ്റ്റാർ ആയത്, നായകനായി മാറിയത്. അങ്ങനെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ടച്ച് റോൾ ചെയ്ത് ഭാവിയിൽ ഒരു ഹീറോ ആകാൻ പറ്റിയ ആളാണ് ശ്യാം മോഹനാണ് ഇതിലൊരു ഫണ്ണി ക്യാരക്ടർ ചെയ്യുന്ന. നന്നായി ചെയ്തിട്ടുണ്ട്. വേറൊരു ആക്ടറും അങ്ങനത്തെ റോൾ എടുക്കാനുള്ള ഗസ്റ്റ് കാണിക്കില്ല. പുള്ളി ഇമേജ് നോക്കിയില്ല. ഒരു നെഗറ്റീവ് റോളാണെങ്കിലും ഭാവിയിൽ നല്ല നടനായി മാറാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഫാസ്റ്റ്, ദിലീഷ് പോത്തൻ, ഷാംബുസ്കൻ ടീമാണ്. അവർ ഇന്നത്തെ ഈ ഓഡിയൻസിൻ്റെ പൾസ് അറിയാവുന്ന ആൾക്കാരാണ്. അവർ ഒരുപാട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഈ ടീം. അവരുടെ ഒരു പ്രൊഡക്ഷനാണ്. പിന്നെ പാട്ടെല്ലാം ഉണ്ട്, നല്ല പാട്ടൊക്കെയാണ്. മാത്യൂസിനെക്കാട്ടും കുറച്ചുകൂടി നല്ല ആക്ടിങ് തോന്നിയ നസ്ലീനാണ്. ജുവാൻ നല്ല ഉഗ്ര മൂവിയായിരുന്നു. ഇതിൽ അനശ്വരാജനോ നിഖില ബിമലോ വന്നെങ്കിൽ കുറച്ചുകൂടി നന്നായെന്നെ. എനിവേ ഒരു റിപ്പീറ്റേഴ്സ് മൂവിയൊന്നുമല്ല. റൊമാൻസ് വർക്കൗട്ട് ആയിട്ടുണ്ട് നന്നായിട്ട്. എന്നാൽ യാതൊരു വൾഗാരിറ്റി ഇല്ല. പിന്നെ ഇന്നത്തെ ജനറേഷൻ മുൻകൂട്ടിയിലെ കാണിക്കുന്ന, ഇന്നത്തെ ജനറേഷൻ യൂത്തിനെ കാണിക്കുന്ന, അവർക്കെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ യൂത്തിന് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും ഇതൊരു യൂത്ത് ഫിലിം മാത്രമല്ല, ഫാമിലിക്കും കാണാം. കാരണം ഫാമിലി ഓഡിയൻസിന് അവരുടെ ഇങ്ങനെ ടീനേജ് മക്കളുള്ള പേരൻസിന് ഇത് കാണുന്നത് നല്ലതായിരിക്കും. കാലഘട്ടം അനുസരിച്ച് എല്ലാം മാറും. അങ്ങനെ സിനിമയും മാറിയിരിക്കുകയാണ്. എനിവേ പ്രത്യേകിച്ച് അങ്ങനെ മെസ്സേജ് ആക്കണമെന്നില്ല. ചിരിക്കാം, നന്നായി ചിരിക്കാം. റൊമാൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ വയലൻസ്, വൾഗാരിറ്റി ഇതൊന്നുമില്ല. അതുകൊണ്ട് ഫാമിലിയോട് പോയി കാണാം. ഇപ്പോൾ പറ്റിയ ടൈമാണ്. ഇപ്പോൾ മാർച്ചോടെ ആയി കഴിഞ്ഞാൽ എക്സാം ടൈമാവും. പിന്നെ അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തിയേറ്ററിൽ പോയി കാണുക. OTTയിൽ വരാണ്ട് വെയിറ്റ് ചെയ്യണ്ട. തിയേറ്ററിൽ പോയി കാണുക, ഫാമിലിയായിട്ട് പോയി കാണാം. എനിവേ നല്ലൊരു എൻ്റർടൈനറാണ്. വലിയ അവകാശമൊന്നും ഇറക്കിയില്ല, ഞാനും ഇറക്കണില്ല. കണ്ടിരിക്കാം. പക്ഷെ തണ്ണീർമത്തൻ അല്ലെങ്കിൽ ആ അത്രയും വരുന്നില്ല. കണ്ടിരിക്കാം മൂവി.
ഒരു 5 ഒരു 3 കൊടുക്കാം റേറ്റിംഗ്. എനിവേ ഇന്നത്തെ യൂത്തിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പഴയ ജനറേഷന് പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഒരു മസ്റ്റ് വാച്ച് മൂവി അല്ല, വൺ ടൈം വാച്ചബിളാണ്.